ഹലോ ഗുഡൻ ടാഗ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൊഡാൽ വെർബൻ. മൊഡാൽ വെർബൻ എന്ന് പറഞ്ഞാൽ മൊഡാൽ വെർബ്സ്, നമുക്ക് ഇംഗ്ലീഷിൽ മൊഡാൽ വെർബ്സ് ഉണ്ടല്ലേ. അപ്പോൾ മൊഡാൽ വെർബ്സിനെ ഹെൽപ്പിംഗ് വെർബ്സ് എന്നറിയപ്പെടും. മൊഡാൽ വെർബ്സ് വരുമ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു മൊഡാൽ വെർബ് വരുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിലെ മെയിൻ വെർബ് ഏതാണ്? ഇൻഫിനിറ്റീവ് ഫോമിൽ അമ്മൻ്റെയിൽ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. ആദ്യം സബ്ജക്റ്റ് എഴുതും, പിന്നെ മൊഡാൽ വെർബ് എഴുതും കോഞ്ചുഗേറ്റ് ചെയ്ത് സബ്ജക്റ്റിനനുസരിച്ച്. ദെൻ ഡാറ്റീവ് ഉണ്ടെങ്കിൽ ഡാറ്റീവ്, അക്യൂസാറ്റീവ്, പ്രിപ്പോസിഷൻ അങ്ങനെ എല്ലാം എഴുതി ലാസ്റ്റ് മെയിൻ വെർബ് അറ്റ് ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോം. ഇവിടെ നമ്മൾ മൊഡാൽ വെർബിനാണ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ എഴുതും. ദെൻ മെയിൻ വെർബ് ഗോസ് ടു ദ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മൊഡാൽ വെർബ്സ് ആണുള്ളത്. ഡ്യൂർഫിൻ, ക്യോനിൻ, മ്യോഗിൻ, മ്യൂസിൻ, വോളൻ, സോളൻ. ഇപ്പോൾ ഡ്യൂർഫിൻ എന്ന് പറഞ്ഞാൽ മേ അല്ലെങ്കിൽ ടു ബി അലൗഡ് ടു. ക്യോനിൻ എന്ന് പറഞ്ഞാൽ ക്യാൻ അല്ലെങ്കിൽ ഏബിൾ ടു. മ്യോഗിൻ എന്ന് പറഞ്ഞാൽ ടു ലൈക്ക്. മ്യൂസിൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു. വോളൻ എന്ന് പറഞ്ഞാൽ വോണ്ട് ടു. സോളൻ എന്ന് പറഞ്ഞാൽ ഷാൽ അല്ലെങ്കിൽ സപ്പോസ് ടു. അതുപോലെ ഒരു 7ാമത്തെ നമ്മൾ മൊഡാൽ വെർബാണ് മ്യോക്റ്റെ. മ്യോക്റ്റെ എന്നുള്ളത് വുഡ് ലൈക്ക് ടു എന്നുള്ള മീനിങ് ആണ്. മോക്റ്റെ എന്നുള്ളത് ശരിക്കും മ്യോഗൻ എന്ന വെർബിൻ്റെ മൊഡാൽ വെർബിൻ്റെ കുഞ്ഞുറ്റി സ്വൈ ഫോമാണ്. കുഞ്ഞുറ്റി സ്വൈ ഫോം നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, അതൊരു A2 ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മ്യോക്റ്റെ എന്ന മൊഡാൽ വെർബിൻ്റെ അണ്ടറിൽ ഇതിനെ പഠിക്കാൻ കാര്യം. കാരണം നമുക്കൊരു വുഡ് ലൈക്ക് ടു എന്നുള്ളത് റെഗുലർ ബേസിൽ യൂസ് ചെയ്യുന്നൊരു വെർബാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂർഫൻ. ഡ്യൂർഫൻ എന്നുള്ളത് പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. മേ അല്ലെങ്കിൽ ടു ബി അലൗഡ് ടു എന്നൊക്കെയുള്ള മീനിങ് ആണ്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അതുപോലെ പെർമിഷൻ വാങ്ങിക്കാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൊഞ്ചുഗേഷൻ നോക്കിക്കോ, ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ റെഗുലർ ഇറഗുലർ വെർബ് കൊഞ്ചുഗേറ്റ് ചെയ്യുന്ന പോലെ അല്ല. ഇഷ് ഡാഫ്, ഡു ഡാഫ്സ്റ്റ്, എൽസിയസ് ഡാഫ്, വിയർ ഡ്യൂർഫിൻ, ഇയർ ഡ്യൂർഫ്റ്റ്, സീസി ഡ്യൂർഫൻ. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഇഷ്, ഡു, അതുപോലെ എൽസിയസിനൊന്നും ഉംലൗട്ടില്ല, അതുപോലെ വൗവൽ ചേഞ്ച് ഉണ്ട്, ഡാർഫ് എന്നായി. പക്ഷെ വിയറും ഇയറും സീസിയും ഒക്കെ നമ്മുടെ നോർമൽ കൊഞ്ചുഗേഷൻ പോലെ ഡ്യൂർഫിൻ, ഡ്യൂർഫ്റ്റ്, ഡ്യൂർഫൻ. ഓക്കെ, മേ ഐ ലേൺ ജർമ്മൻ. ഡാർഫിഷ്, ഡോയ്ച്ച്, ലേർണൻ. അപ്പോൾ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, മേ ഐ ലേൺ ജർമ്മൻ. അപ്പോൾ ഒരു യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെർബിനെ ഫസ്റ്റ് പൊസിഷനിൽ എഴുതണം. അപ്പോൾ ഡാർഫിഷ്, ഡോയ്ച്ച്, ലേർണൻ. മേ ഐ കം ഇൻസൈഡ്. ടു കം ഇൻസൈഡിനെയാണ് റൈൻകോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാർഫിഷ്, റൈൻകോമൻ. മേ ഐ ഡ്രിങ്ക് വാട്ടർ. ഡാർഫിഷ്, വാസർ, trinken. You may drink water എന്നാണെങ്കിലോ yes you may drink water. Yeah, du darfst Wasser trinken. May I speak German here now? Darf ich jetzt hier Deutsch sprechen? You may play the football with your teacher. അപ്പോൾ ഇവിടെ യു എന്നുള്ള നമ്മൾ പ്ലൂറലിലാണ് എടുത്തത്, നിങ്ങൾ എന്നുള്ള ഫോം. അപ്പം ihr dürft den Fußball mit eurer Lehrerin spielen. മിറ്റ് നിങ്ങളുടെ ടീച്ചർ എന്നാണല്ലോ, അപ്പോൾ അതോടെ ഒയറർ എന്ന് വരും. She may speak with the boss now. Sie darf jetzt mit dem Chef sprechen. Okay, അപ്പോൾ ദാറ്റ് ഷെഫ് എന്നുള്ള മസ്കുലിൻ ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അത് ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പ്രൊഫഷനിലാകുമ്പോഴത്തേനും ദി ഷെഫിൻ എന്ന് പറയും. അതായത് ദ ബോസ് എന്നുള്ള മസ്കുലിനും ഇവിടെ ദി ഷെഫിൻ എന്നുള്ളത് ഫീമെയിൽ ആയിട്ടുള്ളൊരു ബോസിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദർ അൺവാൾട്ട്, അതായത് മെയിൽ ആയിട്ടുള്ള ഒരു ലോയർ. ദി അൺവെയിൽറ്റിൻ എന്ന് വെച്ചാൽ ഫീമെയിൽ ആയിട്ടുള്ള ലോയർ. ദർ ആർസ്റ്റ് ഡോക്ടർ, മസ്കുലിൻ ആയിട്ടുള്ള ഡോക്ടർ. ദി എയർസ്റ്റിൻ ഫീമെയിൽ ആയിട്ടുള്ള ഡോക്ടർ. അതുപോലെ ഒരു IN ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊഫഷനെ നമുക്ക് ഫീമെയിൽ പ്രൊഫഷനിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ? ദർ ഇംഗനോയർ, ദി ഇംഗനോയറിൻ. അടുത്താണ് ക്യൊന്നൻ. ക്യൊന്നൻ എന്ന് പറഞ്ഞാൽ ക്യാൻ അല്ലെങ്കിൽ ഏബിൾ ടു എന്നുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ വെർബാണ്. അപ്പോൾ ഇഷ് കാൻ, ഡു കാൻസ്റ്റ്, എർസിയസ് കാൻ, വിയർ ക്യൊന്നൻ, ഇയർ ക്യൊൻറ്റ്, സീസി ക്യൊന്നൻ. ഇഷ് കാൻ സ്പീക്ക്, ഐ ക്യാൻ സ്പീക്ക് ജർമ്മൻ വെൽ. ഇഷ് കാൻ ഗുഡ് ഡോയ്ച്ച് സ്പ്രേഷൻ. ദി ക്യാൻ റൈറ്റ് ദ എക്സാം. സി ക്യൊന്നൻ ദി പ്രൂഫും schreiben. Can I dance here without my shoes? അപ്പോൾ ഇങ്ങനെ വരും, can ich here ohne meine Schuhe tanzen? Can we sing a song? Können wir ein Lied singen?
She can swim in the sea. She can in them mere schwimmen. In them എന്നുള്ളത് im നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ she can im mere schwimmen. Where can we go hiking? Wo können wir wandern gehen? അവിടെ wandern എന്നുള്ള നമ്മൾ noun ആണ് എടുത്തേക്കുന്നത്. Okay, അടുത്ത where can I hike? Wo kann ich wandern? Okay. She can dance with her father. അപ്പോൾ അതെങ്ങനെ വരും? She can mit deinem her ആണല്ലോ, അപ്പം ഇയറം എന്ന് വരും. ഇയറം ഫാറ്റർ ടാൻസൻ. അടുത്താണ് മ്യോഗൻ. മ്യോഗൻ എന്ന് പറഞ്ഞാൽ ടു ലൈക്ക്. നമ്മുടെ ഒരു ലൈക്ക്, നമുക്ക് ഇഷ്ടമുള്ള സാധനത്തെ പറയാനോ നമ്മുടെ ഒരു ഫോണ്ട്നെസ് പറയാനായിരിക്കും നമ്മൾ മ്യോഗൻ എന്ന വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ മ്യോഗൻ എന്ന വെർബിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ട്. അതായത് മെയിൻ വെർബ്, ഒരു വെർബ് ഇല്ലാണ്ട് മ്യോഗനെ മാത്രം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഐ ലൈക്ക് പിസ്സ. അപ്പോൾ ഇങ്ങനെ ഇഷ്മാഗ് പിസ്സ എന്ന് പറയും. അവിടെ ലൈക്ക് എന്നുള്ള ഒറ്റ വെർബേ വന്നിട്ടുള്ളൂ. പിസ്സ എന്നുള്ള നൗണാണ്. അപ്പോൾ കൊഞ്ചേഷൻ നോക്കിയോ, ഇഷ്മാഗ്, ഡു മാഗ്സ്റ്റ്, എർസീസ് മാഗ്, വിയർ മ്യോഗൻ, ഇയർ മ്യോഗ്ഡ്, സീസി മ്യോഗൻ. ഐ ലൈക്ക് ടു പ്ലേ ദ ബാഡ്മിൻ്റൺ. ഇവിടെ എന്താ ലൈക്ക് എന്നുള്ളൊരു വെർബേ ഉള്ളൂ. അപ്പോൾ ഇഷ്മാഗ്, ദെൻ ഫെഡർബാൾ, സ്പീലൻ. ഇതേ സാധനം നമുക്ക് മാഗ് അല്ലെങ്കിൽ മ്യോഗൻ എന്ന മൊഡാൽ വെർബ് അല്ലാണ്ട് ഗർൺ അല്ലെങ്കിൽ ഗർണ എന്ന് പറഞ്ഞ ഒരു അഡ്വർബ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അത് ലൈക്ക് എന്നുള്ള മീനിങ് ആണ് ഈ ഗർൺ അല്ലെങ്കിൽ ഗർണ തരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് വെർബ് ഏതാണോ ആ വെർബിനെ എടുക്കും. ഇവിടെ എന്താ വെർബ്? ടു പ്ലേ. അപ്പോൾ ആ വെർബിനെ എടുത്തു. അപ്പോൾ എന്താ? സ്പീലെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഗേൺ അല്ലെങ്കിൽ ഗർണ ഇടുമ്പോൾ ലൈക്ക് എന്നുള്ള മീനിങ് കൂടെ കിട്ടും. അപ്പോൾ സ്പീലെ ഗേൺ ദെൻ ഫെഡർബാൾ. ഇവിടെ ആണെങ്കിലും കണ്ടില്ലേ, ഹി ലൈക്സ് ടു ഡ്രിങ്ക് ഹിസ് ടീ, എർ മാഗ് സൈനൻ ടേ ട്രിങ്കൻ. ഇങ്ങനെ എഴുതുന്നതിലും ഒരു മാഗിൻ്റെ കൂട്ടത്തിൽ വേറൊരു വെർബും കൂടെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എർ ട്രിങ്ക്ഡ് ഗേൺ സൈനൻ ടേ ഒന്നുമില്ല, മെയിൻ വെർബിന് എടുത്ത് സെക്കൻഡ് പൊസിഷനിൽ ഇട്ടിട്ട് നമ്മൾ ഗേർൺ അല്ലെങ്കിൽ ഗേർണെ രണ്ടും യൂസ് ചെയ്യാം. ലൈക്ക് എന്നുള്ള മൊഡാൽ വെർബ് അഡ്വർബ് യൂസ് ചെയ്താൽ മതി. അടുത്താണ് മ്യൂസൻ. മ്യൂസൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു എന്നൊക്കെയുള്ള നെസസിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ വെർബാണ്. ഇഷ്മുസ്, ഡൂമുസ്റ്റ്, എർസിയസ്മുസ്, വിയർ മ്യൂസൻ, ഇയർ മ്യൂസ്റ്റ്, സി മ്യൂസൻ. ആദ്യത്തെ മൂന്നെണ്ണത്തിന് മുമ്പിലോട്ടില്ല, ലാസ്റ്റ് മൂന്നിന് മുമ്പിലോട്ടുണ്ട്. അപ്പോൾ ഡൂമുസ്റ്റ് ടേഗ്ലിഷ് ടോയ്ച്ച് ലേർണൻ. യു മസ്റ്റ് ലേൺ ജർമ്മൻ ഡെയിലി. ഒരു അഡ്വൈസ് അല്ല യു ഹാവ് ടു, യു മസ്റ്റ് എന്നുള്ള. യു മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ്, പ്ലൂറലാണ് നിങ്ങളുടെ കൈകൾ. അപ്പോൾ ഇയർ മ്യൂസ്റ്റ് ഒയ്രെ ഹേൻഡെ വാഷൻ, നിങ്ങൾ നിങ്ങളുടെ കൈകൾ കഴുകണം. യു ഹാവ് ടു വെയിറ്റ് ഫോർ മീ, ഡു മുസ്റ്റ് ഔഫ് മിഷ് വാർട്ടൻ. ഇവിടെ ഫോർ എനിക്ക് എന്നുള്ളതിന് ഔഫ് മിഷ് എന്നായിരിക്കും നമ്മൾ പറയാം. ദെൻ കംസ് വോലൻ. വോലൻ എന്ന് പറഞ്ഞാൽ വോണ്ട് ടു എന്നുള്ള മീനിങ് ആണ് പറയുക. വോണ്ട്, നമ്മുടെ വോണ്ടിനെ പറയാൻ. അപ്പോൾ വില്ലിങ്നെസ് അല്ലെങ്കിൽ ഗോൾ അതല്ലെങ്കിൽ ഇൻറ്റൻഷനൊക്കെ കാണിക്കാനാണ് നമ്മൾ വോലൻ ഉപയോഗിക്കുക. അപ്പോൾ ഇഷ് വിൽ, ഡു വിൽസ്റ്റ്, എർസിയസ് വിൽ, വിയർ വോലൻ, ഇയർ വോൾഡ്, സി വോലൻ. ഈ ഇഷ് വില്ല് എന്നൊക്കെയുള്ള കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് ഐ വിൽ ഗോ, അതായത് ഫ്യൂച്ചർ വില്ല് പോകും എന്നുള്ളതിൻ്റെ വില്ലല്ല, ഐ വോണ്ട് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഡു വിൽസ്റ്റ് എന്ന് പറഞ്ഞാൽ യു വോണ്ട്. എർസിയസ് വിൽ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത് ഇത് വോണ്ട് എന്നുള്ള മീനിങ്, വോണ്ട് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഐ വോണ്ട് ടു ലേൺ ജർമ്മൻ, ഇഷ് വിൽ ഡോയ്ച്ച് ലേർണൻ. ഡു യു വോണ്ട് ടു ഗോ ടു ജർമ്മനി വിത്ത് മീ, വിൽസ് ടു മിറ്റ് മിയർ nach Deutschland gehen അല്ലെങ്കിൽ ഫ്ലീഗൻ. എന്താ? യാ, ഇഷ് വിൽ മിറ്റ് ഡിയർ nach Deutschland fliegen. ഡു യു വോണ്ട് ടു ബിക്കം എ നഴ്സ്, ഇവിടെ വോണ്ട് എന്നുള്ളത്. wollen Sie eine Krankenschwester werden? Ja, ich will eine Krankenschwester werden. Then comes sollen. Sollen എന്ന് പറഞ്ഞാൽ ഷാൽ അല്ലെങ്കിൽ സപ്പോസ് ടു എന്നുള്ള മീനിങ് ആണ്. ഷുഡ് അല്ല കേട്ടോ, ഷാൽ അല്ലെങ്കിൽ സപ്പോസ് ടു. നമ്മളവിടെ നെസസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് സോളൻ യൂസ് ചെയ്യുന്നത്. ഇഷ് സോൾ, ഡു സോൾസ്, എർസിയ സോൾ, വിയർ സോളൻ, ഇയർ സോൾഡ്, സി സോളൻ. യു ഷുഡ്
drink more water. Du sollst mehr Wasser trinken. You are supposed to take the medicine against headache. അപ്പോൾ എങ്ങനെയാ Sie sollen das Medikament gegen den Kopfschmerzen nehmen. You should go to school tomorrow. Du sollst morgen zur Schule gehen. I should buy a phone. Ich soll ein Handy kaufen. Next. മ്യോഹ്റ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൊഡാൽ വെർബ് അല്ല. ഇതെന്താണ്? ഒരു കുഞ്ഞുറ്റിസ് വൈ ആണ്. മ്യോഗൻ എന്ന വെർബിൻ്റെ കുഞ്ഞുറ്റിസ് വൈ. വുഡ് ലൈക്ക് ടു എന്നുള്ള മീനിങ് ആണ് ഇതിന് തരുന്നത്. വുഡ് ലൈക്ക് ടു എന്നുള്ള. അപ്പം ഇഷ് മോഹ്റ്റെ, ഡു മോഹ്റ്റസ്റ്റ്, എർസിയസ് മോഹ്റ്റെ, വിയർ മോഹ്റ്റിൻ, ഇയർ മോഹ്റ്റഡ്, സി മോഹ്റ്റിൻ. ഇതൊരു കുഞ്ഞുറ്റിസ് വൈ ആയതുകൊണ്ട് ഇതിൻ്റെ കോഞ്ചുവേഷനിലും ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ള മൊഡാൽ വെർബുകൾ പോലെയല്ല ഇവിടെ കോഞ്ചുവേഷൻ വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഉംലൗട്ട്സ് എല്ലാത്തിനും വരും, മോളിത്തെ പോലെ ഒന്നും അല്ല. ഓക്കെ, അടുത്ത. I would like to play chess with you. Ich möchte mit dir Schach spielen. I would like to go to Germany. Ich möchte nach Deutschland gehen. He would like to see a film. möchte einen Film sehen. We would like to go to the party. Wir möchten zur Party gehen. അപ്പോൾ ഇവിടെ വുഡ് ലൈക്ക് ടു എന്നുള്ളതിന് മൊഹ്റ്റൻ എന്ന മൊഡാൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ യു ഷുഡ് ലേൺ ജർമ്മൻ എന്നൊക്കെ പറയുന്നത് സോലൻ വരുമ്പോൾ ഒരു അഡ്വൈസാണ്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ജർമ്മൻ എന്നാണെങ്കിൽ നമ്മുടെ ഒരു ഡിസയർ, നമുക്ക് ആഗ്രഹമാണല്ലേ, നമുക്ക് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു ലേൺ ജർമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോണ്ടാണ്, നമ്മുടെ നീഡാണ് നമ്മളവിടെ കാണിക്കുന്നത്. വോണ്ട് നമ്മുടെ വിഷ്. അതുപോലെ ഐ മസ്റ്റ് ലേൺ ജർമ്മൻ ആണെങ്കിൽ അതൊരു ഓർഡറാണ്, അല്ലെങ്കിൽ ഒരു നെസസിറ്റിയാണ്, അത്യാവശ്യകതയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ചൂസ്.